ചാലക്കുടി മണ്ഡലത്തിലെ കോടശ്ശേരി, പരിയാരം, അതിരപ്പള്ളി, മേലൂർ പഞ്ചായത്തുകളിലെ കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലാണ്. മരണഭയത്തിലാണ് ജനങ്ങൾ ജീവിക്കുന്നത്. ആന മാത്രമല്ല, പന്നിയും മാനും മലയണ്ണാനും കൃഷി നശിപ്പിക്കുകയാണ്. വന്യമൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ് സാർ. വിദേശ രാജ്യങ്ങളെപ്പോലെ വന്യമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിന് കള്ളിങ് പോലെയുള്ള നടപടികൾ സ്വീകരിക്കണം. എൻ്റെ ചോദ്യം ഇതാണ് സാർ. വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക്, പരിക്കേൽക്കുന്നവർക്കും കൃഷിനാശത്തിനും ഇപ്പോൾ നൽകുന്ന തുച്ഛമായ ആശ്വാസ ധനത്തിനു പകരം മോട്ടോർ ആക്സിഡന്റ് ട്രിബ്യൂണൽ പോലെ ന്യായമായ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുന്നതിനും കാർഷിക വിഷയങ്ങളിലെ തർക്കങ്ങൾ പരിഹരിക്കാനുമുള്ള പ്രത്യേക ട്രിബ്യൂണൽ സ്ഥാപിക്കാൻ ഗവൺമെൻറ് തയ്യാറാകുമോ? പ്രത്യേക ട്രിബ്യൂണൽ സ്ഥാപിക്കുമോ? സാർ, ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽപ്പെട്ട പ്രദേശങ്ങളിൽ വന്യമൃഗ ശല്യം രൂക്ഷം തന്നെയാണ്. പക്ഷേ അതിന് നഷ്ടപരിഹാരം എന്ന് പറയുന്നത്, അതിനുള്ള പരിഹാരമായി അങ്ങ് നിർദ്ദേശിച്ചത് മോട്ടോർ ആക്സിഡൻറ്റിന് ഒരു ട്രൈബ്യൂണൽ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത് പോലെ വനം വകുപ്പിലും അങ്ങനെ ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമോ എന്നാണ്. അതൊരു നല്ല നിർദ്ദേശമാണ്. ആ നിർദ്ദേശം സംബന്ധിച്ച് വിദഗ്ധന്മാരുമായും ധനകാര്യമന്ത്രിയുമായും നിയമമന്ത്രിയും ഒക്കെ ആലോചിച്ച് മാത്രമേ എനിക്ക് അത് സംബന്ധിച്ചൊരു കമ്മിറ്റ്മെൻറ്റ് സഭയ്ക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ.